ഫൊക്കാനയുടെ സ്ഥാപക നേതാവ് ഡോക്ടർ എം അനിരുദ്ധന്റെ വേർപാട് നമ്മയെല്ലാം വേദനിപ്പിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി നമ്മുടെയൊക്കെ ജീവിതത്തെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഫൊക്കാനയുടെ സ്ഥാപകൻ മാത്രമല്ല, 3 തവണ പ്രസിഡന്റായി, 2 തവണയെന്ന് വേറെ ചിലർ പറയുന്നു. അതുപോലെ തന്നെ ചിക്കാഗോ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്നു. പിന്നീട് ദീർഘകാലം നോർക്കയുടെ ഡയറക്ടറായിരുന്നു. ഇങ്ങനെ നാനാവിധത്തിൽ അദ്ദേഹം സജീവമായ രംഗത്തുണ്ടായിരുന്നു. ഇതിനു പുറമെ വ്യവസായി, ശാസ്ത്രജ്ഞൻ, ഈ നിലകളിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ, അത് വാസ്തവം പറഞ്ഞാൽ ഈ സാമൂഹ്യ കാര്യങ്ങൾ കാരണം ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ മറ്റ് സംഭാവനകളെ പറ്റി നമ്മൾ വേണ്ടത്ര അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളും അദ്ദേഹത്തിന്റെ ആ ശാസ്ത്രീയ നേട്ടങ്ങളും നമ്മൾ വേണ്ടത്ര ആഘോഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അദ്ദേഹം പിന്നെ ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കോഴിക്കോടിനടുത്ത് അദ്ദേഹം ഒരു ഫാക്ടറി തുടങ്ങിയുണ്ടായി. അതായത് ഈ പോഷകാഹാരം, കേരളത്തിലുള്ളവർക്ക് പോഷകാഹാരം ലഭ്യമാക്കുക. പോഷകാഹാരത്തിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹം അന്ന് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, പോഷകാഹാരം പിന്നെ ചെറുപ്പത്തിൽ ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ പൊക്കവും മണ്ണവും പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ വരുന്നൊരു തലമുറ വരും. ഇപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ഗുജറാത്തികളിൽ പലരെ കാണുമ്പോഴും അവരെല്ലാം പക്കാ വെജിറ്റേറിയനാണ്. അവർക്ക് ആവശ്യത്തിന് പോഷകാഹാരം, പ്രത്യേകിച്ച് പ്രോട്ടീനുകൾ ലഭിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരെല്ലാം പൊക്കവും മണ്ണവും ഒക്കെ വളരെ കുറവ്. അപ്പോൾ അദ്ദേഹം അന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് നല്ല പോഷകമൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പൊക്കവും മണ്ണവും ഉള്ളത്. നേരെ മറിച്ച് അദ്ദേഹത്തിനത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹവും ഉന്നത കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. അങ്ങനെ പോഷകാഹാരത്തിൻ്റെ ഒരു കുറവ് വരേണ്ട ഒരു കാര്യമില്ല. ജനറ്റിക്കായിട്ട് നമ്മൾ പൊക്കവും മണ്ണവുമൊക്കെ ജനറ്റിക്കായിട്ടാണ് തീരുമാനിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ പോഷക ആഹാരങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അപ്പം അങ്ങനെ പോഷകാഹാരക്കുറവ് വരാതിരിക്കാൻ അതിനു പറ്റിയ ഉൽപ്പന്നങ്ങളാണ് ഈ ഫാക്ടറിയിൽ, കോഴിക്കോടിനടുത്തുള്ള ആ ഫാക്ടറിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഫാക്ടറി തുടങ്ങാനായിട്ട് വളരെ കാലമെടുത്തു. നമുക്കറിയാം, കേരളത്തിൽ എത്ര സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര രാഷ്ട്രീയ പിൻബലമുണ്ടെന്ന് പറഞ്ഞാലും നിരവധി പ്രശ്നങ്ങളായിരിക്കും, നൂലാമാലകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ആദ്യകാലത്ത് അതിൻ്റെ വിഷമതകളെപ്പറ്റി അദ്ദേഹം പറയുകയുണ്ടായത്, ഓരോന്നും പരീക്ഷിച്ചാണ് അതിൻ്റെ ആ ഗുണമേന്മ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് നഷ്ടം വരും അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ എന്നാലും അതിന് പോലും ടാക്സ് ഉദ്യോഗസ്ഥർ ഈടാക്കും. അവർക്ക് നിയമാനുസൃതം അത് അങ്ങനെ ചെയ്തേ പറ്റൂ. അവർക്കും സഹതാപമുണ്ട്, പക്ഷേ അങ്ങനെ ചെയ്തേ പറ്റുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ആ ഫാക്ടറിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും അങ്ങനെ കേരളത്തിലും വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഈ അമേരിക്കയിലാവട്ടെ, ഈ ഫൊക്കാനയുടെ മാത്രമല്ല, ഒരു കേന്ദ്ര സംഘടന, വാസ്തവം പറഞ്ഞാൽ ഒരു ശക്തമായ ഒരു കേന്ദ്ര സംഘടന ആദ്യം ഉണ്ടാകുന്ന ഫൊക്കാനയാണ്. അതിനു മുമ്പ് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ AKMG ഡോക്ടർമാരുടെ സംഘടന അതും ഉണ്ടായിരുന്നു. ആ കാലത്തൊന്നും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എങ്ങനെ വന്നാലും ഫൊക്കാനയാണ് ശക്തമായൊരു സംഘടനയായി പിടിച്ചത്. ആ സംഘടന ഇത് പിളരുമ്പോൾ നമുക്കറിയാം, 2000 അദ്ദേഹം പ്രസിഡന്റായതിനു ശേഷം അടുത്ത തവണ ജോർജ് ഘോഷി പ്രസിഡന്റായി. ഡോക്ടർ അനിരുദ്ധൻ 2002-2004 ആ വർഷത്തിൽ വീണ്ടും പ്രസിഡന്റായി. അതിനുശേഷം ജോർജ് ഘോഷി പ്രസിഡന്റായി. അതിനുശേഷമാണ് ഫൊക്കാനയിൽ ഒരു പിളർപ്പ് വരുന്നത്. പിന്നീട് ഫോമ രൂപം കൊള്ളുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഫോമയുടെ സ്ഥാപകനും നമുക്ക് അനിരുദ്ധനാണെന്ന് പറയാം. ശശിധരൻ നായർ കുറച്ചല്ല കാണിക്കുന്നത്. പക്ഷേ ഈ അവിഭക്ത ഫൊക്കാനയിൽ നിന്നാണ് ഫോമ രൂപം കൊള്ളുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സംഘടനയുടെ ഭാഗം തന്നെയാണ്, അതിൻ്റെ ഒരു ഓഫ് ഷൂട്ടാണ്, അതിൻ്റെ ഒരു ശിഖരമാണ് ഫോമയായി രൂപം പ്രാപിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു തുടക്കക്കാരൻ എന്നുള്ള അംഗീകാരം തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാം. അപ്പം ഈ ഡോക്ടർ അനിരുദ്ധനെ പറ്റി പറയുമ്പോൾ, ആദ്യകാലത്ത് മലയാളം പത്രത്തിൽ ഞാനൊക്കെ ജോലി ചെയ്തിരുന്ന കാലത്ത് ഏറ്റവും അടുത്ത ബന്ധമാണ് അദ്ദേഹവുമായിട്ട് പുലർത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അവസാനമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് ഈ നമ്മുടെ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം ന്യൂയോർക്കിൽ നടക്കുമ്പോഴാണ്, 2 വർഷം മുമ്പ്. അന്ന് മുഖ്യമന്ത്രി അദ്ദേഹമാണ് അതിന് ചുക്കാൻ പിടിച്ചത്. മൻമോഹൻ നായരായിരുന്നു കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോയത്. അങ്ങനെ ആ സമ്മേളനം ഭംഗിയായിട്ട്, അത് വിജയിക്കുമോ എന്ന് പോലും സന്ദേഹമുണ്ടായിരുന്നു. എങ്കിൽ പോലും അത് വിജയകരമായി. കുറേ വിവാദങ്ങളുണ്ടായെങ്കിലും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ അദ്ദേഹത്തെ കാണുകയുണ്ടായിട്ടില്ല. അന്ന് ഈ ഫൊക്കാനയുടെ 40-ാം വർഷം പ്രമാണിച്ച് ഒരു സപ്ലിമെൻ്റ് ഈ മലയാളി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അതിലേക്ക് സ്ഥാപക പ്രസിഡന്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇല്ലെങ്കിൽ പിന്നെ എന്ത് സപ്ലിമെൻ്റ്.
അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പിന്നെ അമ്പിനും വില്ലിനും അളിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് അത് ഇപ്പോഴത്തെ ഭാരവാഹികളോട് സംസാരിച്ചാൽ മതി, ഞാനിനി എന്താ പറയുന്നത്. അപ്പം അതൊരു നഷ്ടമായിപ്പോയി. നമുക്ക് വാസം പറഞ്ഞാൽ ഓരോന്നും അദ്ദേഹം തന്നെ പറയുന്ന, അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തെ പറ്റി പറയാനേ പറ്റത്തുള്ളൂ. പക്ഷെ അത് നമുക്കൊരു നഷ്ടമായിപ്പോയി. ആ കാര്യങ്ങൾ അദ്ദേഹം മനസ്സ് തുറക്കാൻ തയ്യാറായില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ മീഡിയ രംഗത്ത് വരാനായിട്ട് അദ്ദേഹം ഒരിക്കലും താല്പര്യം കാണിച്ചില്ല. അത് പിന്നെ എപ്പോഴും ഷൈ ആയിട്ട് മാറി നിന്നു. ഈ അവസരങ്ങൾ സാധാരണ നിലയിൽ ആളുകളെല്ലാം ഈ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് വരിക, അവരുടെ ഫോട്ടോ വരിക, ഇതിനുവേണ്ടി ഇടിച്ചു കയറുന്ന പതിവാണ് നമ്മൾ അമേരിക്കയിൽ കാണുന്നത്. പക്ഷെ അങ്ങനെയായിരുന്നില്ല അദ്ദേഹം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ വ്യത്യസ്തതകളിലൊന്ന്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് ഒരുപാട് ജീവിതങ്ങളെ സ്വാധീനിച്ച വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു മാറ്റമുണ്ടാക്കിയ വ്യക്തിയാണ്. നമ്മൾ ഫൊക്കാനയുടെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയാറുണ്ടെങ്കിലും പ്രഥമ പ്രസിഡന്റ് ആയിരുന്നില്ല. ആദ്യത്തെ പ്രസിഡന്റ് രാജന്മാരായിട്ടായിരുന്നു. ജോസ് ജോസഫോ മറ്റോ ആണ് സെക്രട്ടറി ആയിരുന്നത്. ന്യൂയോർക്കിൽ വെച്ചായിരുന്നു സമ്മേളനം. അടുത്ത പ്രസിഡന്റായിട്ട് ഫിലഡൽഫിയയിലെ സമ്മേളനം നടക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹം പ്രസിഡന്റായിട്ട് പിന്നെ ചിക്കാഗോയിൽ കൺവെൻഷൻ നടക്കുന്നു. ആ കൺവെൻഷനോടുകൂടിയാണ് ഫൊക്കാന ശക്തിപ്പെട്ടത്. അങ്ങനെയാണ് ഫൊക്കാന ഒരു വലിയ സംഘടനയായി മാറുന്നത് എന്നാണ് ചരിത്രം അറിയുന്നവർ പറയുന്നത്. എങ്ങനെയായിരുന്നാലും അദ്ദേഹത്തിൻ്റെ സംഭാവനകളും അദ്ദേഹത്തിൻ്റെ ജീവിതവും നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ആ ധന്യമായ ജീവിതമാണ് അവസാനിക്കുന്നത്. ഈ മീഡിയയിലും ഒന്നും വന്ന് ബഹളം കൂട്ടാനോ അല്ലെങ്കിൽ താൻ പോരുമ കാണിക്കാനോ ഒച്ചപ്പാടുണ്ടാക്കാനോ അദ്ദേഹം തയ്യാറായില്ല. പിന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം അദ്ദേഹം നിയന്ത്രിച്ചു. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. വാസ്തവം പറഞ്ഞാൽ മുന്നിൽ വന്നില്ലെങ്കിൽ കൂടി ഫൊക്കാനയിൽ എല്ലാവരും തന്നെ അദ്ദേഹത്തെ എല്ലാ കാലവും ആദരിച്ചതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ആദരവ് മൊത്തം സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായി. എന്തായാലും ആ ധന്യ ജീവിതം വിടവാങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതാണല്ലോ ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ള ഏക കാര്യം. ഈ അദ്ദേഹത്തിൻ്റെ സംസ്കാരം പ്രൈവറ്റ് ഫ്യൂണറലാണ് നടത്താൻ പോകുന്നതെന്നാണ് അറിഞ്ഞത്. അതിനെപ്പറ്റി വീട്ടുകാരും ഈ പബ്ലിസിറ്റിക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് കരുതുന്നു. എങ്കിലും അദ്ദേഹം ഒരു പൊതുരംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ജനങ്ങൾക്ക് അവരുടെ ലാസ്റ്റ് റെസ്പെക്റ്റ്, അവരുടെ അന്തിമ അഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അത് പിന്നെ വീട്ടുകാരുടെ താല്പര്യവും ഇഷ്ടവും അതാണല്ലോ പ്രധാനമായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി അദ്ദേഹത്തെ വന്ന് ഇവിടെ ചികിത്സയ്ക്ക് വന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ വന്ന് സന്ദർശിക്കുകയുണ്ടായി. വാസ്തവം പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരാളെ വന്ന് ആശുപത്രിയിൽ വന്ന് ഒന്ന് സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു അപൂർവ അംഗീകാരവും അപൂർവ ബഹുമതിയും തന്നെയാണ്. വേറെ എത്ര പേർക്ക് ആ അംഗീകാരം കിട്ടും. എന്തായാലും അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേരുന്നു.